ഇന്ത്യൻ സൈന്യം നൽകിയ കനത്ത തിരിച്ചടികൾക്ക് പിന്നാലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് പാകിസ്ഥാൻ. വിഘടനവാദ കലാപം പുകയുന്ന ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനിക വാഹനങ്ങൾക്ക് നേരെ BLA ആക്രമണം അഴിച്ചുവിട്ടു. രണ്ടിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 14 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് തിരിച്ചടി തുടരുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളും കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. ദുർബലമായ പാകിസ്ഥാന് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ആക്രമണം അഴിച്ചുവിട്ടു. ബലൂചിസ്ഥാന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബോലനിലെ ഷോർഖണ്ഡ് മേഖലയിലാണ് ആദ്യ ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെ BLA IED ആക്രമണമാണ് നടത്തിയത്. BLAയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. 12 പാക് സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാക് സേനയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ തരീഖ് ഇമ്രാനും ജൂനിയർ ഉദ്യോഗസ്ഥനായ ഉമർ ഫറൂഖും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സൈനിക വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. കെച്ചിലെ കുലാബ് ടിഗ്രാൻ പ്രദേശത്താണ് രണ്ടാമത്തെ ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെയാണ് BLA ലക്ഷ്യം വെച്ചത്. ഈ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിലവിൽ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ പാക് സൈന്യത്തിന് കാര്യമായ സ്വാധീനമില്ല. ഇന്ത്യ തിരിച്ചടി നടത്തിയ അവസരം കൂടി മുതലാക്കാനാണ് BLAയുടെ പദ്ധതി. വിലക്കയറ്റം, ആഭ്യന്തര സംഘർഷം, ഉദ്യോഗതല അഴിമതി ഇവ കൊണ്ടെല്ലാം പാക് സർക്കാരിനെതിരെ ജനരോഷവും ശക്തമാണ്. സാധാരണ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഉയരാറുള്ള അത്ര വലിയ പ്രതിഷേധ റാലികളും പ്രകടനങ്ങളും പാകിസ്ഥാൻ നഗരങ്ങളിൽ കാണാനുമില്ല. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അകമേ നിന്നും അതിർത്തിയിലും ഒരുപോലെ പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.